ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ 2 സ്നാക്സാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നമ്മുടെ പണ്ടത്തെ റവ കേക്ക്, പിന്നെ ഡോനട്ട്സ്. ഇത് രണ്ടും ഞാൻ മോൾക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാണ്. ആദ്യം ഇന്ന് നമുക്ക് റവ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് 5-8 ഏലക്കായും 1/4 കപ്പ് പഞ്ചസാരയും നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട, നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇത് നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണം. പിന്നെ 1 കപ്പ് റവ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി ഒരു ബൗളെടുത്ത് നമ്മൾ പൊടിച്ച റവ, 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് നന്നായിട്ട് നമ്മൾ അടിച്ച ആ കൂട്ട് കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് പൂരിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. നമ്മൾ മിക്സിയുടെ ജാറൊന്ന് ചുവറ്റി കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യുമ്മൽ ഒട്ടാത്ത ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽമാഗിയും കൂടി, നിങ്ങളുടെ കയ്യിലുള്ള ഏത് നെയ്യായാലും മതി. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്ത് ഒരു അരമണിക്കൂർ നമുക്ക് മൂടി വെച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി കുഴച്ചിട്ട് അരമണിക്കൂർ മൂടി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി നമുക്ക് ഒരു പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കത്തി കൊണ്ട് ചരിച്ചിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് ഓരോ കഷ്ണത്തിലും നമ്മൾ 4 ഭാഗത്തും കത്തി കൊണ്ട് ഓരോ കീറൽ കൊടുക്കണം. അപ്പോൾ നമ്മുടെ റവ കേക്ക് പൊരിക്കുമ്പോൾ നല്ല പൊങ്ങിയിട്ട് വരും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ വീണ്ടും വീണ്ടും പൊരിച്ച ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരം 4 മണിക്കൊക്കെ എടുത്ത് പെട്ടെന്ന് ചായ കുടിക്കാനൊക്കെ വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ ഒരു വലിയ ചീനച്ചട്ടി വെച്ചിട്ട് ആദ്യം നല്ലൊന്ന് വെളിച്ചെണ്ണ ചൂടാകണം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസുകളിട്ട് ഒരു ഇളം ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കുക. അടുത്ത വീഡിയോയിൽ അടിപൊളി ഡോനട്ട്സിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് എല്ലാവരും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ അടിപൊളി റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.